ഏറ്റവും സമ്പന്നയും മാന്യയുമായ വനിതയായിരുന്നു ഖദീജ. തൻ്റെ വലിയ കച്ചവട സംഘത്തെ സിറിയയിലേക്ക് നയിക്കാൻ വിശ്വസ്തനായ ഒരാളെ അവർ അന്വേഷിക്കുകയായിരുന്നു. ഈ സമയം അബൂ ത്വാലിബ് തൻ്റെ സഹോദരപുത്രനായ മുഹമ്മദിനെ സഹായിക്കാൻ ആഗ്രഹിച്ച നിമിഷം കൂടിയായിരുന്നു അത്. അബൂ ത്വാലിബ് മുഹമ്മദ് നബിയെ അരികിൽ വിളിച്ചിങ്ങനെ പറഞ്ഞു: "മകനെ, ഞാൻ സമ്പത്തുള്ള ഒരാളല്ല. കാലം കടുപ്പമേറിയതാണ്. ഇതാ ഖദീജയുടെ കച്ചവട സംഘം സിറിയയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. നീ അവരുടെ അടുത്തു പോയി സംസാരിച്ചാൽ നിനക്ക് ഈ ദൗത്യം അവർ ഏൽപ്പിക്കുമായിരുന്നു. നിന്റെ സത്യസന്ധത അവർക്കറിയാമല്ലോ." എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മാന്യത കാരണം അങ്ങോട്ട് പോയി ചോദിക്കാൻ മടിച്ചു. അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പോകാം എന്നായിരുന്നു നബിയുടെ മറുപടി. മക്കയിലെ ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് എന്ന യുവാവ് സത്യസന്ധതയുടെയും പര്യായമായിരുന്നു. അവിടുത്തെ ഇടപാടുകളിൽ ഒരിക്കലും ചതിയോ കളവോ ഉണ്ടായിരുന്നില്ല. ഈ സൽപ്പേര് ഖദീജ ബീവിയുടെ കാതുകളിലുമെത്തി. വിശ്വസ്തൻ എന്ന് ജനങ്ങൾ വിളിക്കുന്ന ഒരാളെ തൻ്റെ കച്ചവടത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. ഖദീജ ബീവി ഉടനെ അബൂ ത്വാലിബിനെ വിളിപ്പിച്ചു.